കണ്ണപുരത്ത് സ്ഫോടനമുണ്ടായ സ്ഥലത്ത് നിന്ന് കെ രാഗേഷിന്റെ പ്രതികരണം വരുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേരെ എന്തെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് ശരിയല്ലല്ലോ. അയാൾ ഏതെങ്കിലും രാഷ്ട്രീയ വിശ്വാസമുള്ള ആളായിരിക്കും, പക്ഷെ അതുകൊണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവാറാണെന്നല്ല. അല്ല, അതിലൊന്നും അർത്ഥമില്ല. ശരി. ഇന്ന് പുലർച്ചെയാണ് നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് കണ്ണപുരത്തെ വീട്ടിൽ സ്ഫോടനമുണ്ടായ വാർത്ത വരുന്നത്. വീട് പൂർണ്ണമായും തകർന്നിരുന്നു. ഇത് വാടകയ്ക്ക് നൽകിയ വീടാണ്. സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചുവെന്ന സ്ഥിരീകരണം വന്നു. പിന്നീട് മരിച്ചയാളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ സംഭവത്തിൽ അനൂപ് മാലിക് എന്നയാൾക്കെതിരെ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തു. 2016 പുഴാതിയിലെ വീട്ടിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച കേസിലെ പ്രതിയാണ് അനൂപ്. ഒരു വർഷത്തിന് മുൻപാണ് അനൂപിന് വീട് വാടകയ്ക്ക് നൽകിയതെന്ന് വീട്ടുടമയുടെ ഭാര്യ ദേവി 24 പറഞ്ഞു. അവര് ഒരാള് പയ്യന്നൂര് ഇങ്ങനെ എന്തോ പാർട്സിന്റെ എന്തോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ബിസിനസ് കണക്കാ എല്ലാ ഷോപ്പിലും കൊടുക്കലാണ് ജോലി എന്നാണ് അവർ പറഞ്ഞത്. സാധാരണ നമ്മളൊരു ഇഗ്രിമെന്റും കാര്യം ആക്കലില്ല. നമ്മളാ വീടൊന്ന് നിന്നോട്ടെ, വീടൊന്ന് വൃത്തിയായുമല്ലോ എന്ന് വെച്ചിട്ട് കൊടുക്കുന്നതാണ്. അവർ പറഞ്ഞു നമ്മളിങ്ങനെ വീടിന്ന് ഒയ്യുന്ന മാഷെ പിന്നെ എന്തിനാണ് ഇഗ്രിമെന്റ് എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇഗ്രിമെന്റ് ആക്കായിരുന്നു. പിന്നെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പരാതിയൊന്നുമില്ല അവിടെ നിൽക്കുന്ന ആൾക്കാർ പറ്റിയിട്ട്. നമ്മൾ ആ വേനലൊന്നും വീട്ടിലൊന്നും നോക്കിനായിരുന്നു, ഒന്നുമില്ല, ഒരു സംഭവം അതിനുള്ളിലില്ല, ഒരു വൃത്തികേടില്ല. സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ സ്ഥലത്തെത്തി വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുകയാണ്. അരുൺ, ഗുഡ് മോർണിംഗ് അഗൈൻ. രാവിലെ നമ്മൾ സംസാരിച്ചതിൽ നിന്ന് അപ്പോൾ പ്രാഥമിക നിഗമനങ്ങൾ മാത്രം ആണ് വന്നിരുന്നത്. അതിൽ നിന്ന് കാര്യങ്ങൾ കൂടുതൽ നമുക്ക് വിശദാംശങ്ങൾ ലഭിച്ചു തുടങ്ങിയിരിക്കുന്നു. 2016 സമാനമായ ഒരു കേസിൽ പ്രതിയായ വ്യക്തിയാണിത്. അപ്പോൾ ഒന്നും അറിയാതെ ഇയാളെ വീട്ടിൽ വാടകയ്ക്ക് താമസിപ്പിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്? ക്രിസ്റ്റീന, കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അനൂപ് മൈക്കിളിനെതിരെയാണ് ഇപ്പോൾ കണ്ണപുരം പോലീസ് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം കേസെടുത്തിട്ടുള്ളത്. ഇയാൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ 2016 പുഴാതിയിൽ വെച്ച് നടന്ന അയാളുടെ തന്നെ വീട്ടിൽ വെച്ച് നടന്ന ഈ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു സംഭവത്തിൽ അന്നൊരാൾ കൊല്ലപ്പെടുകയും പിന്നീട് അവരുടെ ഈ അനൂപിൻ്റെ തന്നെ കുടുംബാംഗങ്ങൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അന്ന് ആ കേസിൽ പ്രതിയാണ് അനൂപ് മൈക്കിൾ. ഇയാൾ തന്നെയാണ് ഇവിടെ ഈ വാടകയ്ക്ക് ഈ വീടെടുത്ത് ഇത്തരം സ്ഫോടക വസ്തുക്കൾ ഈ വീട്ടിനുള്ളിൽ നിർമ്മിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തത് എന്നതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് അയാളാണോ എന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. അത് ഒരു പക്ഷേ അയാൾക്ക് വേണ്ടി ഇത്തരം നിർമ്മാണത്തിന് വേണ്ടി വന്ന മറ്റൊരാളാകാം. അത് ആ മൃതദേഹം തിരിച്ചറിഞ്ഞു വരുന്നേ ഉള്ളൂ. എന്തായാലും അല്പസമയമാണ് മൃതദേഹം ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ ഇപ്പോൾ അല്പസമയം മുമ്പ് ഇവിടെ സന്ദർശിച്ചിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണം ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നില്ല എന്നതാണ് CPM നേതാക്കൾ പറഞ്ഞത്. ഈ അനൂപ് മൈക്കിളിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം സംബന്ധിച്ച് ചില കാര്യങ്ങളുണ്ട്, പക്ഷേ ഈ സമയത്ത് ആ കാര്യങ്ങൾ ഒന്നും പറയുന്നില്ല. രാഷ്ട്രീയ വിഷയമായി അല്ലെങ്കിൽ അത്തരം ഒരു ആരോപണത്തിലേക്ക് എന്തായാലും ഈ ഘട്ടത്തിൽ പോകുന്നില്ല എന്നാണ്. പോലീസും ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഈ വീട്ടിൽ തന്നെ, ഈ സ്ഫോടനമുണ്ടായ വീട്ടിൽ തന്നെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ, ഇപ്പോൾ ഈ കൊല്ലപ്പെട്ടിട്ടുള്ള ഒരാൾ എന്നതിലുപരി കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നോ എന്നതാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. ഇതിലെ ദുരൂഹതകൾ പതുക്കെ ചുരുളഴിയുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ പൂപ്പറമ്പ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.